ഫിഫ ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾ അവസാന ഘട്ടത്തിലെത്തി നിൽക്കെ കളിക്കാരുടെ പവർ റാങ്കിംഗ് പുറത്തുവിട്ട് ഫിഫ. ഇതാദ്യമായാണ് ഫിഫ ലോകകപ്പിലെ കളിക്കാരുടെ പ്രകടനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഫിഫ പവർ റാങ്കിംഗ് ഏർപ്പെടുത്തിയത്. നോക്കൌട്ടിലെ ഇതുവരെയുള്ള പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കളിക്കാരുടെ ഇപ്പോഴത്തെ റാങ്കിംഗ് തീരുമാനിച്ചത്. കളിക്കാരുടെ ഗ്രൗണ്ടിലെ കൃത്യമായ ഡാറ്റ അടിസ്ഥാനമാക്കി ഫിഫ പുതുതായി അവതരിപ്പിച്ച റാങ്കിംഗ് സമ്പ്രദായമാണിത്. ആക്രമണം, ക്രിയേറ്റിവിറ്റി, പ്രതിരോധം എന്നീ 3 വിഭാഗങ്ങളിലായി 0 മുതൽ 10 വരെയുള്ള സ്കോറുകൾ വിലയിരുത്തിയാണ് ഫിഫ പവർ റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. നോക്കൌട്ടിൽ സ്വീഡനെതിരായ ഇരട്ട ഗോൾ പ്രകടനത്തോടെ ടോപ്പ് സ്കോറർക്കുള്ള ഗോൾഡൻ ബൂട്ട് റേസിൽ അർജന്റീനിയൻ നായകൻ ലയണൽ മെസ്സിയെ പിന്തള്ളിയ ഫ്രഞ്ച് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ തന്നെയാണ് ഫിഫ പവർ റാങ്കിങ്ങിൽ ഇപ്പോഴും ഒന്നാമത്. അറ്റാക്കിങ്ങിൽ 8.6, ക്രിയേറ്റിവിറ്റിയിൽ 7.62, ഡിഫൻഡിങ്ങിൽ 4.73 എന്നിങ്ങനെയാണ് സ്കോർ. നോക്കൌട്ടിലെ ആദ്യ മത്സരത്തിന് നാളെ കേപ്പ് വെർദെക്കെതിരെ ബൂട്ട് കെട്ടുന്ന അർജന്റീന നായകൻ ലയണൽ മെസ്സിയാണ് ഫിഫ പവർ റാങ്കിങ്ങിൽ രണ്ടാമത്. 6 ഗോളുകളുമായി എംബാപ്പയ്ക്കൊപ്പം ലോകകപ്പിലെ ടോപ്പ് സ്കോററായ മെസ്സിക്ക് അറ്റാക്കിങ്ങിൽ 8.1, ക്രിയേറ്റിവിറ്റിയിൽ 6.46, ഡിഫൻഡിങ്ങിൽ 5.72 എന്നിങ്ങനെയാണ് മെസ്സിയുടെ സ്കോർ. DR കോങ്കോക്കെതിരായ ഇരട്ട ഗോൾ പ്രകടനത്തോടെ ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്ൻ 21 സ്ഥാനങ്ങൾ കുതിച്ച് 5ാം സ്ഥാനത്തേക്ക് ഉയർന്നതാണ് മറ്റൊരു മാറ്റം. അറ്റാക്കിങ്ങിൽ 7.36, ക്രിയേറ്റിവിറ്റിയിൽ 4.98, ഡിഫൻഡിംഗ് 5.14 എന്നിങ്ങനെയാണ് ഹാരി കെയ്നിന്റെ സ്കോർ. നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് മുമ്പ് 74ാം സ്ഥാനത്തായിരുന്ന പോർച്ചുഗൽ നായകൻ ക്രിസ്ത്യാനോ റൊണാൾഡോ ക്രൊയേഷ്യക്കെതിരെ ലോകകപ്പിലെ നോക്കൌട്ട് ഘട്ടത്തിലെ ആദ്യ ഗോൾ നേടുകയും കളിയിലെ താരമാവുകയും ചെയ്തതോടെ റൊണാൾഡോ 38 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 42ാം സ്ഥാനത്തെത്തി. അറ്റാക്കിങ്ങിൽ 5.91, ക്രിയേറ്റിവിറ്റിയിൽ 4.89, ഡിഫൻഡിങ്ങിൽ 4.62 എന്നിങ്ങനെയാണ് റൊണാൾഡോയുടെ സ്കോർ.